എല്ലാവർക്കും നമസ്കാരം. ഞാൻ നൗഷാദ്. റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ജബോട്ടിക്കാബ മരമുന്തിരിയെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2 മാസം മുമ്പേ എൻ്റെ ഈ ജബോട്ടിക്കാബയുടെ വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പോൾ ആ 2 മാസത്തിന് ശേഷം അന്ന് നിറയെ ഇതുപോലെ എൻ്റെ ജബോട്ടിക്കാബ മരമുന്തിരി കായ്ച്ചതാണ്. അതിന് ശേഷം രണ്ടാമത്, അതായത് ഞാൻ പറഞ്ഞല്ലോ ഓൾ സീസണാണ്, എല്ലാ സമയങ്ങളിലും ഒരു പഴങ്ങൾ കഴിഞ്ഞാൽ അപ്പാട് തന്നെ അടുത്ത പൂവുണ്ടാവുകയും പിന്നീടും പഴമുണ്ടാകുകയും ചെയ്യുന്നതാണ്. നമുക്ക് മഴക്കാലത്ത് ഒരു 2-3 മാസങ്ങളിൽ മാത്രമേ നമുക്ക് ജബോട്ടിക്കാബയ്ക്ക് പഴം കിട്ടാതെ ഉള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും നമുക്ക് ഓരോ വിളവെടുപ്പ് കഴിയും തോറും നമുക്ക് രണ്ടാമതും പൂവുണ്ടാവും, അതുപോലെ പഴമുണ്ടാവും. ഇത് കണ്ടില്ലേ, ഇത് എല്ലാ സമയങ്ങളിലും ഇതിൻ്റെ അകത്ത് ജബോട്ടിക്കാബ ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് മഴക്കാലത്ത് 1-2 മാസങ്ങളിൽ മാത്രമേ നമുക്ക് ഈ പഴങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കാതെയുള്ളൂ. ബാക്കി എല്ലാ സമയങ്ങളിലും ഓൾ സീസണാണ് നമുക്ക് ഈ ബ്രസീലിയൻ ഫ്രൂട്ട്സായ നമ്മുടെ ഈ മരമുന്തിരി എല്ലാ സമയങ്ങളിലും നമുക്കിത് പഴം ലഭിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ 2 മാസം മുമ്പേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ്. അതിനുശേഷം രണ്ടാമത് പഴം ആയത് ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് ഈ കാണുന്നത്. അതുപോലെ നമുക്കൊരു മരമുന്തിരിയുടെ തൈ ഏകദേശം ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കിതുപോലെ കായ് ലഭിക്കുന്നതാണ്. നമ്മളത് ഒരു ചട്ടിയിലോ ഡ്രമ്മിലോ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു 18 ഇഞ്ചിൻ്റെ പോട്ടിലോ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ മണ്ണ്, അത്യാവശ്യം ആറ്റുമണൽ കിട്ടുമെങ്കിൽ മണൽ, അതുപോലെ ചകിരിയുടെ കമ്പോസ്റ്റ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, അതുപോലെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, നമ്മുടെ ആട്ടും കാട്ടം കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചാണകപ്പൊടി, ഇത് തമ്മിൽ നമ്മൾ 1:1:1 അനുപാതത്തിൽ എടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു നടാൻ ഉദ്ദേശിക്കുന്ന പോട്ടിലേക്ക്, അതായത് ഡ്രമ്മിലോ ചട്ടിയിലോ, നിലത്ത് നടുന്നതിലും നല്ലത് നമുക്കൊരു ചട്ടിയിലോ ഡ്രമ്മിലോ നടുന്നതാണ് നമുക്ക് ഈ ജബോട്ടിക്കാബ പെട്ടെന്ന് കായ്ക്കാൻ സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ പഴങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതാ നമ്മൾ ഇപ്പം വിളവെടുത്ത നമ്മുടെ മരമുന്തിരിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, മുന്തിരിനെക്കാണി ഒരുപാട് വലിപ്പം നമുക്കിത് ഉണ്ട്. ഇത് റെഡ് ഹൈബ്രിഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ജബോട്ടിക്കാബയാണ് നിങ്ങളീ കാണുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു തെയ്യിൽ നിന്ന് വിളവെടുത്ത ഒരു പഴമാണ് നിങ്ങളീ കാണുന്നത്. അതുപോലെ എസ്കാർലറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയിലുള്ള ഒരു ജബോട്ടിക്കാബയുടെ തെയ്യാണ് നിങ്ങളീ കാണുന്നത്. ഇത് 2 വർഷം മാത്രം പ്രായമായ തെയ്യാണ്. ഇതും കണ്ടില്ലേ, 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും നന്നായിട്ട് എനിക്ക് പഴം കിട്ടിയതാണ്. അതുപോലെ നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളീ കാണുന്നത് എൻ്റെ ജബോട്ടിക്കാബയുടെ ചെറിയ തൈകളാണ്. വിൽപ്പനക്ക് റെഡിയായിട്ടുള്ള ചെറിയ തൈകളാണ് നിങ്ങളീ കാണുന്നത്. ഇതിൽ 4 വെറൈറ്റികൾ മാത്രമേ ജബോട്ടിക്കാബയുടെ തൈ എൻ്റെ കയ്യിലുള്ളൂ. അതായത് റെഡ് ഹൈബ്രിഡ്, പ്രിക്കോഷി, എസ്കാർലറ്റ്, സബാറ കായ്ക്കണമെങ്കിൽ ഏകദേശം 8-9 വർഷത്തോളം നമുക്ക് ടൈം എടുക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് ഈ 3 വെറൈറ്റികളും നമുക്ക് 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പരിചരിക്കുമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെറ്റ് ചെയ്യുമ്പോൾ പോട്ടിങ് ശ്രദ്ധിക്കണം. ആ പോട്ടിങ്ങിലാണ് നമ്മുടെ എല്ലാ തൈകളും പെട്ടെന്ന് കായ്ക്കുന്നതും പൂക്കുന്നതും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ജബോട്ടിക്കാബ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. കൊറിയറായിട്ടും എവിടത്തേക്കും ഇത് അയച്ചു തരുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.